നമസ്തേ, രഞ്ജിനി വിനോദ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ക്ഷേത്രയാത്ര എത്തി നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഞാങ്ങാട്ടിരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ്. പരശുരാമ പ്രതിഷ്ഠിതമായ 108 ദുർഗാലയങ്ങളിൽ സ്ഥാനമുള്ള ഒരു ക്ഷേത്രമാണിത്. വള്ളുവനാടിൻ്റെ മൂകാംബിക എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. സകല വിദ്യകളും കലകളും ഭക്തർക്ക് പ്രദാനം ചെയ്തുകൊണ്ട് ജ്ഞാനസ്വരൂപിണിയായി ശാന്തഭാവത്തിലാണ് ജഗദംബിക ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. ഇവിടുത്തെ വഴിപാടുകൾക്കും ഒത്തിരി പ്രാധാന്യങ്ങളുണ്ട്. മുട്ടറക്കലും പുഷ്പാഞ്ജലിയുമൊക്കെ അതിപ്രശസ്തമാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള അതിപുരാതനമായ ചൈതന്യവത്തായ ഈ ദേവീക്ഷേത്രത്തെക്കുറിച്ച് നമുക്കിന്ന് പറഞ്ഞു തുടങ്ങണം. അതിനായി ഇവിടെ കുടികൊള്ളുന്ന ആ അമ്മ തന്നെ വാക്കുകൾ നൽകി അനുഗ്രഹിക്കട്ടെ. പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്കടുത്ത് ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ദേവീക്ഷേത്രമാണ് ശ്രീ ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രം. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ ക്ഷേത്രം 108 ദുർഗാലയങ്ങളിൽ ഉൾപ്പെടുന്നു. പടിഞ്ഞാറോട്ട് ഭഗവതി ദർശനമരുളുന്ന ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് പുഴ ഒഴുകുന്നത് എന്നത് ഒരു അപൂർവതയാണ്. സാധാരണ കിഴക്ക് നിന്നും പടിഞ്ഞാട്ടൊഴുകുന്ന നിള ഈ ക്ഷേത്രത്തിനരികിൽ കൂടെ തെക്ക് നിന്ന് വടക്കോട്ടാണ് ഒഴുകുന്നത് എന്നത് വേറൊരു പ്രത്യേകത. കാശിയിൽ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. തിരുമിറ്റക്കോട് തൊട്ട് ഏകദേശം 1.5 കിലോമീറ്ററോളം ഭാരതപ്പുഴ ഇങ്ങനെ ദിശ മാറി ഒഴുകുന്നു. ഈ സവിശേഷതകളെല്ലാം കൊണ്ടുതന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ദേവീ ചൈതന്യത്തിൻ്റെ ആ ശക്തി ഒരുപാട് കൂടുതലാണ് എന്ന് സൂചിപ്പിക്കുന്നു. വള്ളുവനാടിൻ്റെ മൂകാംബിക എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമ മഹർഷിയാണ് എന്നാണ് വിശ്വാസം. ഒരിക്കൽ തൻ്റെ യാത്രാവേളയിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ മഹാദേവ ശിഷ്യനായ ജമദഗ്നി പുത്രനായ പരശുരാമ മഹർഷി ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഈ സ്ഥലത്ത് എത്തിച്ചേർന്നു. പ്രഥമ കാഴ്ചയിൽ തന്നെ ഈ പുണ്യഭൂമിയുടെ മഹാത്മ്യം ഋഷിക്ക് ബോധ്യമാവുകയും പുഴയിൽ സ്നാനം ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് ഒരു ദിവ്യ തേജസ്സിൻ്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ മഹർഷി തൻ്റെ ദിവ്യദൃഷ്ടിയാൽ കണ്ടറിഞ്ഞു. തനിക്ക് മുമ്പിൽ ആവിർഭവിച്ച ആ ദേവീ ചൈതന്യത്തെ മഹർഷി കിഴക്കോട്ടഭിമുഖമായി പ്രതിഷ്ഠിച്ചു. കണ്ണഞ്ചിപ്പിക്കുന്ന ആ അഭൗമ തേജസ്സിൻ്റെ പ്രഭ സാക്ഷാൽ സൂര്യഭഗവാന് പോലും താങ്ങുവാൻ സാധിച്ചില്ല. ആയതിനാൽ കർമ്മസാക്ഷിയായ സൂര്യഭഗവാൻ മഹർഷിയോട് ആവശ്യപ്പെട്ടതിൻ പ്രകാരം അദ്ദേഹം ഭഗവതിയെ പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. പഞ്ചപാണ്ഡവരുടെ വനവാസകാലത്ത് പാണ്ഡവപത്നിയായ ദ്രുപദപുത്രിയായ പാഞ്ചാലി ദേവി ദീർഘസുമംഗലി വരപ്രസാദത്തിനായി ഇവിടെ ഭഗവതിയെ തപസ് ചെയ്തിട്ടുണ്ട് എന്നും വിശ്വാസങ്ങളുണ്ട്. പടിഞ്ഞാറോട്ട് ദർശനമായി സ്ഥിതി ചെയ്യുന്ന വാസ്തുശില്പചാരുതയാർന്ന ഇരുനില ചതുര ശ്രീകോവിലിൽ വാണരുളുന്ന ജഗദംബിക അതീവ ശാന്തസ്വരൂപിണിയാണ്. പിറകിലെ 2 തൃക്കൈകളിൽ ശംഖുചക്രങ്ങളും മുൻപിലെ 2 തൃക്കൈകളിൽ ഒന്നിൽ അഭയമുദ്രയും മറ്റേത് കടീബന്ധത്തിലുമാണ്. ഐശ്വര്യപ്രദായിനിയായി ജ്ഞാനസ്വരൂപിണിയായി ത്രിപുരസുന്ദരിയായി സർവേശ്വരി ഞാങ്ങാട്ടിരി ഭഗവതിയായി പരിലസിക്കുന്നു. സാമാന്യം വലിയ ബലിക്കല്ലും ബലിക്കൽപുരയും ഇവിടെയുണ്ട്. ഇത്ര വലിയ ബലിക്കല്ലുണ്ടായിരുന്നിട്ടും കൂടി ഭഗവതിയുടെ ശ്രീകോവിലിൻ്റെ ആ തിരുനാളം വളരെ അകലെ നിന്നുപോലും ദൃശ്യമാണ് എന്നത് ഒരു അത്ഭുതമാണ്. തന്നെ ആശ്രയിക്കുന്ന ഭക്തർക്ക് എല്ലാ ദുരിതങ്ങളിൽ നിന്നും അഭയം പ്രദാനം ചെയ്തുകൊണ്ട് അമ്മ ഇവിടെ വാണരുളുന്നു. ത്രൈലോക്യമോഹനമായ ദേവീ വിഗ്രഹത്തിൻ്റെ ദർശനം ഒരു ദിവ്യാനുഭൂതി തന്നെയാണ് പകർന്നു തരുന്നത്. വാക്കുകൾക്കപ്പുറത്തുള്ള ഒരു കാന്തിക വലയം ഈ ദേവീ വിഗ്രഹത്തിനുണ്ട് എന്നത് തീർച്ചയാണ്. നടപ്പുര, വലിയമ്പലം, ചുറ്റമ്പലം, ക്ഷേത്രഗോപുരങ്ങൾ തുടങ്ങി പ്രസാദ പരിവാര പ്രതിഷ്ഠകൾ സമേതം സർവാഭീഷ്ടവരദായിനിയായിട്ടാണ് സർവേശ്വരി ഇവിടെ കുടികൊള്ളുന്നത്. സർവദുരിത ശാന്തിക്കു വേണ്ടി നിരവധി ഭക്തജനങ്ങൾ പല ദേശങ്ങളിൽ നിന്നും ഈ തിരുസന്നിധിയിലേക്ക് എത്തിച്ചേരുന്നു. ശാന്തിദുർഗാഭാവത്തിൽ ഭഗവതി ഇവിടെ കുടികൊള്ളുന്നതിനാൽ വെടിക്കെട്ട് ഇവിടെ പതിവില്ല. ചെമ്പരത്തി പോലുള്ള കടും നിറത്തിലുള്ള പുഷ്പങ്ങൾ ഉപയോഗിക്കാറില്ല. നന്ദ്യാർവട്ടം, പവിഴമല്ലി, തെച്ചി എന്നിവയാണ് പഥ്യം. നാലമ്പലത്തിനകത്ത്
ഗണപതി, അയ്യപ്പൻ, മുരുകൻ എന്നീ ഉപദേവതമാർ കുടികൊള്ളുന്നുണ്ട്. നാലമ്പലത്തിന് പുറത്ത് മതിൽക്കകത്ത് തന്നെ ശാസ്താവ് സ്വതന്ത്ര ശ്രീകോവിലിൽ കുടികൊള്ളുന്നു. കിഴക്ക് ഭാഗത്ത് മതിൽക്ക് പുറത്ത് ആൽത്തറയിൽ ആഞ്ജനേയ സ്വാമിക്ക് പ്രതിഷ്ഠയുണ്ട്. ഇത് വളരെ അടുത്ത കാലത്തായി വന്നതാണത്രേ. കിഴക്ക് ഭാഗത്താണ് നിള ഒഴുകുന്നത്. സർവവിദ്യയെയും കലകളെയും പരിപോഷിപ്പിക്കുന്ന ഭഗവതിയാണ് ഇവിടെ കുടികൊള്ളുന്നത് എന്നതാണ് വിശ്വാസം. വള്ളുവനാടിൻ്റെ മൂകാംബിക എന്ന പേര് കൈവന്നതും അതുകൊണ്ട് തന്നെയാണ്. പ്രശസ്ത പണ്ഡിതനായ കാക്കശ്ശേരി ഭട്ടത്തിരി ഇവിടെ അമ്മയെ ഭജിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം. നൃത്തം, വാദ്യം, സംഗീതം എന്നു തുടങ്ങി കലാപരമായ എല്ലാ കഴിവുകളെയും വിദ്യയെയും പ്രദാനം ചെയ്യുന്ന ഭഗവതി ഇവിടെ കുടികൊള്ളുന്നതിനാൽ പഠിതാക്കൾക്കും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണിത്. അതിപ്രശസ്തരായ പല കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഈ ക്ഷേത്രത്തിലെ നിത്യസന്ദർശകരാണ്. ഞാങ്ങാട്ടിരി കുടികൊള്ളുന്ന അമ്മയെ തൊഴുത് തുടങ്ങുന്ന എല്ലാ അറിവുകളും മംഗളമായി ഭവിക്കുന്നു എന്നത് പല ഭക്തന്മാരുടെയും അനുഭവമാണ്. പൂമുള്ളി ആറാം തമ്പുരാൻ, വൈദ്യമഠം നമ്പൂതിരി, സംഗീത കുലപതി, ദക്ഷിണാമൂർത്തി സ്വാമി എന്നിങ്ങനെയുള്ള പല മഹാത്മാക്കളും അമ്മയുടെ നിതാന്ത ഭക്തന്മാരായിരുന്നു. ഈ ക്ഷേത്രത്തിലെ മുട്ടറക്കൽ വഴിപാടും രക്തപുഷ്പാഞ്ജലിയും ഏറെ പ്രശസ്തമാണ്. ഇത് ചെയ്യുന്നത് സകല ദുരിതങ്ങളും തടസ്സങ്ങളും ശത്രുദോഷങ്ങളും ഇല്ലാതെയാവുവാൻ നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. വിദ്യാകർമ്മരംഗത്തെ പുരോഗതിക്ക് വേണ്ടിയും കുടുംബ ഐശ്വര്യത്തിനു വേണ്ടിയും പ്രത്യേക പൂജകൾ ഇവിടെ നടന്നു വരുന്നു. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങൾ പ്രധാനമാണ്. വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന മാലസഹിതം മഹാമംഗല്യ സൂക്തം വഴിപാട് വിവാഹ തടസ്സം മാറുവാൻ നല്ലതാണ്. കഠിനപായസം, ശാസ്താവിന് നീരാഞ്ജനം, ത്രിമധുരം, ത്രികാലപൂജ, സൂക്ത പുഷ്പാഞ്ജലികൾ എന്നിങ്ങനെ നിരവധി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. അനവധി നവീകരണ പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയ ഈ ക്ഷേത്രത്തിൽ ഈ കൊല്ലം മേടമാസത്തിൽ പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും നടന്നു. പൂയം നാളിലാണ് പ്രതിഷ്ഠ നടന്നത്. കുംഭമാസത്തിലെ രോഹിണി നാളിൽ കൊടിയേറി 8 നാൾ നീണ്ടു നിൽക്കുന്ന തിരുവുത്സവം പ്രധാന ആണ്ടുവിശേഷമാണ്. മീനമാസത്തിലെ കാർത്തിക നാളിലെ നിറമാല, പ്രതിഷ്ഠാദിനം, കർക്കടക മാസത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ആനയൂട്ട്, ഗജപൂജ, നവരാത്രി ആഘോഷങ്ങൾ, ലക്ഷാർച്ചന, വൃശ്ചിക മാസത്തിലെ ഉത്രം നാളിൽ ശാസ്താവിനുള്ള കളഭാഭിഷേകം, വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക എന്നിവ മറ്റ് ആണ്ടുവിശേഷങ്ങളാണ്. ചൈതന്യവത്തായ ഈ ദേവീക്ഷേത്രം അതിമനോഹരമായ ഒരു ദിവ്യാനുഭവം തന്നെയാണ്. ഭക്തരിൽ അനുഗ്രഹ വർഷങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഭഗവതി ഇവിടെ കുടികൊള്ളുന്നു. അനാദിയായ പരമാത്മജ്ഞാനത്തെ പ്രവഹിപ്പിച്ചുകൊണ്ട് ഭക്തരെ കാത്തുരക്ഷിച്ചുകൊണ്ട് അമ്മ കുടികൊള്ളുന്ന ഈ പുണ്യക്ഷേത്രം തൊട്ടറിയേണ്ട ഒരു പുരാതന ഭൂമി തന്നെയാണ്. ഏതൊരു ജ്ഞാനാർത്ഥിയും സന്ദർശിക്കേണ്ട ഒരു ദേവീക്ഷേത്രമാണിത്. ഈ പുണ്യപുരാതന ഭൂമിയെ നമസ്കരിച്ചുകൊണ്ട് സർവേശ്വരി കനിഞ്ഞു നൽകിയ ആ അക്ഷരങ്ങൾ മുഴുവനും അവിടുത്തെ ആ തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിക്കുന്നു. സച്ചിദാനന്ദ സ്വരൂപിണിയായ ജ്ഞാനസ്വരൂപിണിയായ ഞാങ്ങാട്ടിരി ഭഗവതി നാം ഏവരെയും കാത്തുരക്ഷിക്കട്ടെ. സർവമംഗളങ്ങൾ ഏവർക്കും ആശംസിക്കുന്നു. ജഗദംബികാ സ്മരണം. ശ്രീ മഹാദേവീ നമഃ. അമ്മേ ശരണം, ദേവീ ശരണം.